ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആണ്. വേറൊന്നല്ല, നമ്മൾ ഡെയിലി ലൈഫിൽ പല കാര്യങ്ങൾക്കും നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അല്ലേ. ഇപ്പം എന്തെങ്കിലും ഒരു സാധനം കാണാതായാൽ നമ്മൾ അത് എവിടെ എന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ ആരെങ്കിലും നമ്മൾ കാണാതായി കഴിഞ്ഞാൽ അത് ചോദിക്കാറുണ്ട്, അവനെവിടെ അവളെവിടെ, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഓൺ ദ സ്പോട്ടിൽ എന്തെങ്കിലും നമുക്ക് ചോദിക്കണമെങ്കിൽ നമ്മൾ അങ്ങനെ ചോദിക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ മലയാളത്തിൽ ചോദിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കാം എന്നുള്ളതാണ് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. സാധാരണക്കാരുടെ ക്ലാസ് ആണ്. അപ്പൊ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസുകൾ എങ്ങനെ ചോദിക്കാം എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ട നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. മാത്രമല്ല, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അവസാനം ഒരുപാട് ക്വസ്റ്റ്യൻസുകളും വരുന്നുണ്ട്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ. വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഹാവ്, ഹാസ്, ഹാഡ് യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ആൻസറും പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളിപ്പോൾ വീട്ടിൽ ഒരു കാര്യം എൻ്റെ ഫോൺ കണ്ടോ അല്ലെങ്കിൽ എൻ്റെ വാച്ച് കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഞാൻ ഫോൺ കണ്ടു ഇങ്ങനെ പറയാനും കൂടിയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, ഇപ്പം എന്തെങ്കിലും ഒരു വസ്തു കണ്ടിട്ടുണ്ടോ എന്ന് നമുക്ക് ചോദിക്കണമെങ്കിൽ അത് നമുക്ക് ഹാവ് യൂസ് ചെയ്തിട്ട് ഓൺ ദ സ്പോട്ടിൽ ചോദിക്കാം. നമ്മളൊക്കെ ചോദിക്കാറുണ്ട്, നീ എൻ്റെ വീട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അല്ലെ. നീ എൻ്റെ വീട് കണ്ടിട്ടുണ്ടോ എങ്ങനെ ചോദിക്കാം? നീ എന്ന് പറയുന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ ഹാവ് യു സീൻ മൈ ഹൗസ്, ഹാവ് യു സീൻ മൈ ഹൗസ്, നീ എൻ്റെ വീട് കണ്ടിട്ടുണ്ടോ. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നീ എൻ്റെ ഫോൺ കണ്ടിട്ടുണ്ടോ, നീ എൻ്റെ കുട്ടിയെ കണ്ടിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും. ഹാവ് യു സീൻ മൈ എന്താണോ പറയാനുള്ളത് നമുക്ക് അവിടെ പറയാം. ഓക്കെ, ഇനി ഹാസ് യൂസ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ പറയാം. ഞാൻ എൻ്റെ വീട് കണ്ടിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഐ ഹാവ് സീൻ യുവർ ഹൗസ്. അപ്പൊ ഇവിടെ കുറച്ച് വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിന്റെ വീട് എന്ന് പറയുമ്പോൾ യുവർ ഹൗസ് എന്ന് പറയും, ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഐ ഹാവ് സീൻ യുവർ ഹൗസ് എന്ന് പറയും. അപ്പൊ അതിന്റെ ആൻസറും അതോടുകൂടി തന്നെ പഠിച്ചു കഴിഞ്ഞു അല്ലെ. അപ്പൊ ഇത് നമ്മൾ ഹൗസ് മാറ്റി കഴിഞ്ഞ് വേറെ എന്താണെങ്കിലും അതുപോലെ തന്നെ പറയാം. ഓക്കെ, അവൾ ഇവിടെ വന്നിട്ടുണ്ടോ ചോദിക്കുകയാണ്. അപ്പൊ അവൾ എന്ന സബ്ജക്റ്റ് വരുമ്പോൾ ഹാവ് എന്തായി മാറും? ഹാസ് ആയി മാറും അല്ലെ. സിംഗുലർ ആവുമ്പോൾ ഹാസ് ഷീ കം ഹിയർ, ഹാസ് ഷീ കം ഹിയർ, അവൾ ഇവിടെ വന്നിട്ടുണ്ടോ. അപ്പൊ അവൾ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഷി ഹാസ് കം ഹിയർ, ഷി ഹാസ് കം ഹിയർ, അവൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അവൾ ഇവിടെ വന്നിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ഹാസിനൊരു നോട്ട് ആഡ് ചെയ്യുക, ഹാസിൻ്റെ എന്ന് പറയാം. അത്രയേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ പറയുകയാണ്. അപ്പൊ ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരുപാട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ പാസ്റ്റ് ആയ ഹാഡ് യൂസ് ചെയ്ത് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം? നീ ഡൽഹി കണ്ടിട്ടുണ്ടായിരുന്നോ? ഇപ്പൊ നമ്മൾ ഡൽഹിയിൽ പോയി വരുന്ന ഒരു വ്യക്തിയോട് നമ്മൾ ചോദിക്കുകയാണ്, മുമ്പ് നീ ഡൽഹി കണ്ടിട്ടുണ്ടായിരുന്നോ? ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഹാഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ ചോദിക്കുക? ഹാഡ് യു സീൻ ഡൽഹി, ഹാഡ് യു സീൻ ഡൽഹി, നീ ഡൽഹി കണ്ടിട്ടുണ്ടായിരുന്നോ? അതിന് നമുക്ക് ആൻസർ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഡൽഹി കണ്ടിട്ടുണ്ടായിരുന്നു, ഐ ഹാഡ് സീൻ ഡൽഹി, അല്ലെങ്കിൽ ഐ ഹാഡ് നോട്ട് സീൻ ഡൽഹി, ഞാൻ ഡൽഹി കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനെയും പറയാം. ഓക്കെ, നെക്സ്റ്റ് ഈസും ആറും യൂസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മൾ ഹാവ്, ഹാസും ഹാഡും യൂസ് ചെയ്ത് പഠിച്ചു അല്ലെ. ഇനി ഈസും ആറും, ആം പൊതുവായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസിൽ യൂസ് ചെയ്യാറില്ല. അപ്പോ ഈസും ആറും യൂസ് ചെയ്ത് ചോദിക്കുമ്പോൾ അവൾ വീട്ടിലാണോ അല്ലെങ്കിൽ അവൾ വീട്ടിലുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഈസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഈസ് ഷീ അറ്റ് ഹോം, ഈസ് ഷീ അറ്റ് ഹോം, അവൾ വീട്ടിലാണോ, അവൾ വീട്ടിലാണെന്ന് പറയുമ്പം അവിടെ എങ്ങനെയായി മാറും? ഷീ ഈസ് അറ്റ് ഹോം. സിമ്പിൾ ആണ് അല്ലേ. നമ്മുടെ സബ്ജക്റ്റും ഓക്സിലറും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാലാണ് ആൻസർ ആയി മാറൽ കേട്ടോ. അത് ഏത് ഓക്സിലറി ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ആ ഒരു മെത്തേഡ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അവൻ ഉറങ്ങുകയാണോ, അവൻ ഉറങ്ങുകയാണോ എങ്ങനെ ചോദിക്കുക? അവനാണ് സബ്ജക്റ്റ്, അപ്പം ഈസ് ഹി സ്ലീപ്പിംഗ്. ഈസാറ വരുന്ന സമയത്ത് ING ഫോമിൽ വെർബായിരിക്കും. ഓക്കെ, ഈസ് ഹി സ്ലീപ്പിംഗ്, അവൻ ഉറങ്ങുകയാണോ. അപ്പോ അവൻ ഉറങ്ങുകയാണെന്ന് പറയുന്നത് എങ്ങനെ എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാട്ടോ. അത് നമ്മൾ ഒന്ന് ട്രൈ ചെയ്തല്ലോ. അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് അറിയിക്കും. ഓക്കെ, നീ തയ്യാറാണോ അല്ലെങ്കിൽ നീ റെഡി ആയോ, നീ റെഡി ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ. ആർ യു റെഡി,
നമ്മൾ എപ്പോഴും ചോദിക്കാറുണ്ടല്ലേ. എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പഠിക്കാനോ അല്ലെങ്കിൽ എഴുതാനോ അല്ലെങ്കിൽ ക്ലാസ് തുടങ്ങാനേ ഇങ്ങനെ ആർ യു റെഡി എന്ന് ചോദിക്കുകയാണെങ്കിൽ നീ തയ്യാറാണോ അല്ലെങ്കിൽ നീ തയ്യാറായോ. ഓക്കെ, ഞാൻ തയ്യാറാണ് എങ്ങനെ പറയാ, ആൻസർ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ട്ടോ. സിമ്പിൾ ആണ്. നമ്മുടെ ഓക്സിലറിയെ ഇങ്ങോട്ട് മാറ്റുക, സബ്ജക്റ്റിനെ ഫസ്റ്റിലോട്ട് മാറ്റുക, അതാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അവർ കളിക്കുകയാണോ, ഇവിടെ പ്ലൂറൽ ആയതുകൊണ്ടാണ് ആർ യൂസ് ചെയ്ത്. ആർ ദേ പ്ലേയിങ്, ആർ ദേ പ്ലേയിങ്, ആർ ദേ പ്ലേയിങ്, അവർ കളിക്കുകയാണോ. they are playing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കളിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് ഈസ് ആറാം യൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി വില്ല് ക്യാൻ ഒക്കെ യൂസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. വില്ല് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, നീ നാളെ വരുമോ, നീ നാളെ വരുമോ, വിൽ യു കം ടുമോറോ, വിൽ യു കം ടുമോറോ. ഇവിടെയും നമ്മളെ ആൻസറും ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽ എന്ന് പറയുന്നതാണല്ലോ ഫ്യൂച്ചറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ വിൽ യു കം ടുമോറോ, നീ നാളെ വരുമോ. ഞാൻ നാളെ വരും എന്നുള്ള ആൻസർ പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ യു വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഐ ആയിയാണ് ആൻസർ വരിക കേട്ടോ. ഞാൻ നാളെ വരും, നീ നാളെ വരുമോ, ഞാൻ നാളെ വരും എന്ന് പറയുമ്പോൾ ഐ വിൽ, വിൽ യു എന്നുള്ളത് ഐ വിൽ കം ടുമോറോ എന്നായി മാറും. ഇത്രേ ഉള്ളൂ ആൻസറും ക്വസ്റ്റ്യനും. അവൾ എന്നെ വിളിക്കുമോ, അവൾ എന്നെ വിളിക്കുമോ എങ്ങനെ ചോദിക്കുക, വിൽ ഷി കോൾ മീ, വിൽ ഷി കോൾ മീ. അവൾ നിന്നെ വിളിക്കും എങ്ങനെ പറയാ, ഒന്ന് ട്രൈ ചെയ്യൂ. ഓക്കെ, അവർ നമ്മളെ സഹായിക്കുമോ, അല്ലേ നമ്മൾ ചോദിക്കാറില്ല, അവർ നമ്മെ സഹായിക്കുമോ. വിൽ ദേ ഹെൽപ്പ് അസ്, വിൽ ദേ ഹെൽപ്പ് അസ്, അവർ നമ്മെ സഹായിക്കുമോ, അവർ നമ്മെ സഹായിക്കും അല്ലേ എന്ന് നമുക്ക് ഉറപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ പറയാ, ഒന്ന് ട്രൈ ചെയ്യാട്ടെ. അപ്പൊ എല്ലാറ്റിന്റെയും ആൻസർ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ആൻസർ പറയാൻ ഒരു പ്രശ്നമല്ല, നമ്മുടെ സബ്ജക്റ്റും ഓക്സിലറിയും ആണ് മാറ്റേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ക്യാൻ, ഈ ക്യാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് നമ്മളൊരു എബിലിറ്റി, കഴിവിനെ പറയാൻ വേണ്ടിയിട്ടാണ്. നിനക്ക് നീന്താൻ പറ്റുമോ അല്ലെങ്കിൽ നിനക്ക് നീന്താൻ കഴിയുമോ, അല്ലെ അതൊരു നമ്മുടെ ഒരു കഴിവാണല്ലോ. ഇങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ട് ക്യാൻ യു സ്വിം, ക്യാൻ യു സ്വിം, നിനക്ക് നീന്താൻ പറ്റുമോ, നിനക്ക് നീന്താൻ കഴിയുമോ. ഓക്കെ, നെക്സ്റ്റ്, അവൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ അവൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമോ ഇങ്ങനെ ചോദിക്കാറുണ്ടല്ലോ. ക്യാൻ ഷീ സ്പീക്ക് ഇംഗ്ലീഷ്, ക്യാൻ ഷീ സ്പീക്ക് ഇംഗ്ലീഷ്. ഓക്കെ, ഇനി നമ്മൾ ചോദിക്കുകയാണ്, അപ്പൊ ഇതിനൊക്കെ ആൻസർ പറയാട്ടോ, ഒന്ന് ട്രൈ ചെയ്യാം. നിനക്ക് കറി ഉണ്ടാക്കാൻ കഴിയുമോ, അല്ലെ നിനക്ക് ബിരിയാണി ഉണ്ടാക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ക്യാൻ യൂസ് ചെയ്ത് കഴിയുമോ എന്നാണ്, അറിയുമോ എന്നല്ല, കഴിയുമോ എന്നാണ്. ക്യാൻ യു മേക്ക് കറി, ക്യാൻ യു മേക്ക് ബിരിയാണി, ക്യാൻ യു മേക്ക് സാലഡ്, ഇങ്ങനെ പലതും നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഡൂം ഡസും അല്ലെ ഒരു ക്വസ്റ്റ്യൻ വേർഡ് ആണല്ലോ. ഡൂം ഡസും നമ്മുടെ ഒരു ഓക്സിലറി ആണ്. ഇതെപ്പോഴും നമ്മുടെ ശീലങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡൂം ഡസും യൂസ് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ ആയാലും ആൻസർ ആയാലും. ഫോർ എക്സാമ്പിൾ, എനിക്ക് ചായ ഇഷ്ടമാണോ, അല്ലെ അത് നമ്മുടെ ഒരു ശീലമാണെങ്കിൽ നമുക്കത് ഇഷ്ടമായിരിക്കും. നിനക്ക് ചായ ഇഷ്ടമാണോ, ഡു യു ലൈക്ക് ടീ. ഓക്കെ, എനിക്ക് ചായ ഇഷ്ടമാണ്, ഐ ലൈക്ക് ടീ. സിമ്പിൾ ആണ്. അവിടെ പിന്നെ ഡൂവിന്റെ ആവശ്യമില്ല, ക്വസ്റ്റ്യന് മാത്രമേ നമ്മൾ ഡൂം ഡസും യൂസ് ചെയ്യാറുള്ളൂ. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവർ ഫുട്ബോൾ കളിക്കുമോ, അവർ ഫുട്ബോൾ കളിക്കുമോ, അങ്ങനെ ഒരു ശീലം അവർക്കുണ്ടോ എന്നാണ്. ഡു ദേ പ്ലേ ഫുട്ബോൾ, ഡു ദേ പ്ലേ ഫുട്ബോൾ, അവർ ഫുട്ബോൾ കളിക്കുമോ, അവർ ഫുട്ബോൾ കളിക്കും അല്ലെങ്കിൽ അവർ ഫുട്ബോൾ കളിക്കാറുണ്ട്, അങ്ങനെ ശീലം അവർക്കുണ്ട് എന്നാണെങ്കിൽ ആ ഡൂവിനെ അങ്ങ് ഒഴിവാക്കുക. ദേ പ്ലേ ഫുട്ബോൾ, ദേ പ്ലേ ഫുട്ബോൾ. പക്ഷേ ഇവിടുത്തെ സിംഗുലർ സബ്ജക്റ്റ് ആണ് വരുന്നതെങ്കിൽ എങ്ങനെ പറയാ, അവൻ ഇവിടെ ജോലി ചെയ്യുമോ, അവൻ ഇവിടെ ജോലി ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇവിടെ ജോലി ചെയ്യാറുണ്ടോ എന്നാണ്. അപ്പൊ ഇവിടുത്തെ സബ്ജക്റ്റ് അവൻ എന്ന സിംഗുലർ ആയതുകൊണ്ട് ഡസ് ഹി വർക്ക് ഹിയർ, ഡസ് ഹി വർക്ക് ഹിയർ, അവൻ ഇവിടെ ജോലി ചെയ്യുമോ അല്ലെങ്കിൽ ചെയ്യാറുണ്ടോ. ഇനി അവൻ ഇവിടെ ജോലി ചെയ്യാറുണ്ട് എന്നുള്ളൊരു ആൻസർ ആണെങ്കിൽ അവിടുത്തെ ഡസ്സിനെ മാറ്റുന്ന സമയത്ത് തന്നെ നമ്മുടെ വെർബിന്റെ കൂടെ എസ് ഉണ്ടായിരിക്കും. ഹി വർക്ക്സ് ഹിയർ, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഡൂൺ ഡസ് മാറിക്കഴിഞ്ഞാൽ പ്ലൂറലില് വെർബിനൊരു പ്രശ്നമല്ല. സിംഗുലർ ആണെങ്കിൽ അവിടെ വെർബിന്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്യും.
ഇതിന്റെയും ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. മസ്റ്റ് ആയിട്ടും ഇതൊക്കെ ഒന്ന് ബേസ് കണ്ട് പഠിക്കണം കേട്ടോ നിങ്ങൾ. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റിലെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ട് നോക്കുക. അതായത് നമ്മളിപ്പോൾ സെന്റൻസുകളൊക്കെ പറയുന്ന സമയത്ത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. കാരണം അറിയുന്നവർക്ക് അതൊരു പ്രയാസമായിരിക്കും, അറിയാത്തവർക്ക് ഇതൊന്നും മനസ്സിലാകത്തുമില്ല. അതുകൊണ്ടാണ് മുമ്പേ ഉള്ള വീഡിയോസ് കാണണം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഡെയിലി ലൈഫിൽ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ബേസ് ഒക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അവൾ നിന്നെ അറിയുമോ? അവൾ നിന്നെ അറിയുമോ? ഡസ് ഷീ നോ യു? അവൾ നിന്നെ അറിയുമോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡൂവും ഡസും യൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ആൻസർ പറയേണ്ടത്. ഓക്കെ, ഇനി ഇതിന്റെ പാസ്റ്റ് ആയി വരുന്നതാണ് എന്ത്? ഡിഡ് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യാറുള്ളതാണ് ഡിഡ് യൂസ് ചെയ്ത ക്വസ്റ്റ്യൻസ് അല്ലെ. അപ്പോ ഈ ഡിഡ് യൂസ് ചെയ്ത ക്വസ്റ്റ്യൻസ് പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ ഹാവിനെ നമ്മളൊന്ന് ഓർത്ത് വെക്കണം. കാരണം ഹാവും ഡിഡും ഒരേ പാറ്റേണിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. കാരണം ഹാവ് എന്ന് പറയുന്നത് ഓൺ ദ സ്പോട്ടിൽ നമ്മൾ ചോദിക്കും. നേരത്തെ നമ്മൾ ചോദിച്ചല്ലോ, നീ എൻ്റെ വീട് കണ്ടിട്ടുണ്ടോ, അതുപോലെ നീ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ. ഇപ്പം ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് നമ്മളെ അടുത്തിട്ട് കഴിച്ച പാട് നമ്മൾ അടുത്തേക്ക് വരുന്ന സമയത്ത് നീ ഭക്ഷണം കഴിച്ചോ, അല്ലെങ്കിൽ നീ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഐ ഹാവ് ഈറ്റൻ ഫുഡ് എന്ന് പറയാം. പക്ഷെ ഇതേ സിറ്റുവേഷൻ നീ ഭക്ഷണം കഴിച്ചോ, ഇപ്പൊ എപ്പോഴോ കഴിച്ചൊരു സംഭവമാണ്, ചിലപ്പോൾ രാവിലെ ഉച്ചക്ക് ഒക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രിയൊക്കെ ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇന്ന് ഭക്ഷണം കഴിച്ചോ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ, ഇങ്ങനെ ഒരുപാട് സമയം കഴിഞ്ഞ് ചോദിക്കുന്ന സമയത്താണ് നമ്മൾ ഡിഡ് യൂസ് ചെയ്ത് ചോദിക്കേണ്ടത് കേട്ടോ. ഓൺ ദ സ്പോട്ടിൽ ഒരിക്കലും ഡിഡ് യൂസ് ചെയ്ത് ചോദിക്കേണ്ട ആവശ്യമില്ല, ഹാവ് ഓർ ഹാസ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഡിഡ് യൂസ് ചെയ്ത് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം? നീ ജോലി തീർത്തോ അല്ലെ, ജോലി തീർത്തോ, ഒരുപാട് ജോലിയൊക്കെ അവിടെ വെച്ചോണ്ട് വന്നത്, നീ ജോലി തീർത്തോ എന്ന് നമ്മൾ ഒരുപാട് സമയം കഴിഞ്ഞ് ചോദിക്കാൻ ഡിഡ് യു ഫിനിഷ് യുവർ വർക്ക്. പക്ഷെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്, ഹാവാസ് യൂസ് ചെയ്യുമ്പോൾ വെർബ് V3 ഫോം ആണെങ്കിൽ ഡിഡ് യൂസ് ചെയ്യുന്ന സമയത്ത് വെർബ് V1 ഫോം ആണ്. ഡിഡ് യു ഫിനിഷ് യുവർ വർക്ക്. ഓക്കെ, അവൾ ഇന്നലെ വന്നോ, ഇന്നലത്തെ കാര്യമാണല്ലോ ചോദിക്കുന്നത്. അവൾ ഇന്നലെ വന്നോ? ഡിഡ് ഷീ കം യെസ്റ്റർഡേ? ഡിഡ് ഷീ കം യെസ്റ്റർഡേ? അവർ നിന്നെ വിളിച്ചോ അല്ലെ, എന്നതോ കാര്യമാണ് ചോദിക്കുന്നത്. അവർ നിന്നെ വിളിച്ചോ? ഡിഡ് ദേ കോൾ യു? ഡിഡ് ദേ കോൾ യു? അപ്പോ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? അവർ നിന്നെ വിളിച്ചോ. അപ്പൊ ഇവിടെയും നമുക്ക് ആൻസർ ആക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആണ്. അവർ എന്നെ വിളിച്ചു, അവിടെ നമ്മൾ ഡിഡിനെ ഒഴിവാക്കുക. ഡു ഡസ് ഡിഡ് എന്ന് പറയുന്ന സമയത്ത് ഇത് മൂന്നിനെയും നമ്മൾ അങ്ങോട്ട് മാറ്റി നിർത്തണം. മറ്റുള്ള ഓക്സിലറിയെ പോലെയല്ല, ഇത് നമ്മൾ ഒരിക്കലും ആൻസറിൽ ആഡ് ചെയ്യാറില്ല. അപ്പോൾ അവർ എന്നെ വിളിച്ചു എന്ന് പറയുമ്പോൾ ദേ കോൾഡ് മീ, ദേ കോൾഡ് മീ ഇവിടെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഡസ് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ആൻസർ പറയുമ്പോൾ വെർബിന് ഒരു എസ് വരും, ക്വസ്റ്റ്യൻ വരുമ്പം ഡസ് വരും. പിന്നെ അതുപോലെ ഡു ആണെങ്കിൽ വെർബ് സാധാരണ ബേസ് വെർബ് തന്നെയാണ്. ഇനി ഡിഡ് ആണെങ്കിൽ നമ്മുടെ വെർബിന്റെ കൂടെ ഒരു ED ഫോം ആഡ് ചെയ്യും. അവർ എന്നെ വിളിച്ചു, they called me. ഞാൻ ജോലി തീർത്തു, ഞാൻ ജോലി തീർത്തു അല്ലെ. ഫസ്റ്റ് പറഞ്ഞ സെന്റൻസ് ഐ ഫിനിഷ്ഡ് മൈ വർക്ക്, അവിടെ യുവർ എന്നുള്ളത് മൈ, ഞാൻ എൻ്റെ ജോലി തീർത്തു. ഐ ഫിനിഷ്ഡ് മൈ വർക്ക് എന്ന് വരും. അവൾ ഇന്നലെ വന്നോ എന്ന ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ ചെയ്യണം. അവൾ ഇന്നലെ വന്നു. ഇവിടെ സബ്ജക്റ്റ് ഏതായാലും പാസ്റ്റിൽ ഒരു പ്രശ്നമല്ല കേട്ടോ. അപ്പോ അവൾ ഇന്നലെ വന്നു എങ്ങനെ പറയാ? ഇവിടെ നമുക്ക് കം എന്ന് പറയുന്നതിന്റെ V2 ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ അവൾ എന്ന് പറയുന്ന സബ്ജക്റ്റ് എന്താണ്? ഷീ ആണ്. അതിനുശേഷം നമ്മൾ കമ്മിന്റെ V2 ആഡ് ചെയ്യുക. അവൾ ഇന്നലെ വന്നു, പിന്നെ ഇന്നലെ എന്നുള്ളതുമാണ്. അപ്പൊ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക, വളരെ സിമ്പിൾ ആണ്. WH ക്വസ്റ്റ്യൻസ് ആയാലും അതിൽ നിന്നും ആൻസർ ഉണ്ടാക്കാൻ സിമ്പിൾ തന്നെയാണ് കേട്ടോ. അതൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ WH ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് WH ക്വസ്റ്റ്യൻ ആണ്, അതും എല്ലാ WH ക്വസ്റ്റ്യനും ഇതിന്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ WH ക്വസ്റ്റ്യൻസുകളും ഓക്സിലറീസ് യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ പറയാറുള്ളത്. നീ എന്ത് ചെയ്യുന്നു, നീ എന്ത് ചെയ്യുന്നു നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇത് സ്പോട്ടിൽ ചോദിക്കുകയാണെങ്കിൽ വാട്ട് ആർ യു ഡൂയിങ് എന്ന് ചോദിക്കാം. വാട്ട് ആർ യു ഡൂയിങ്. ഓക്കെ, നീ എവിടേക്ക് പോകുന്നു ചോദിക്കാറുണ്ടല്ലോ. വേർ ആർ യു ഗോയിങ്, വേർ ആർ യു ഗോയിങ്, നീ എവിടേക്ക് പോകുന്നു. അവൻ എന്ത് പറഞ്ഞു, അവൻ എന്ത് പറഞ്ഞു അല്ലെ. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറഞ്ഞയച്ചിട്ട് നമ്മൾ ചോദിക്കണം അവൻ എന്താ പറഞ്ഞ് എന്ന് ചോദിക്കാറുണ്ടല്ലോ. വാട്ട് ഡിഡ് ഹി സേ, വാട്ട് ഡിഡ് ഹി സേ, അവൻ എന്ത് പറഞ്ഞു. ഓക്കെ, നീ എപ്പോൾ വരും, നീ എപ്പോൾ വരും. വെൻ
വിൽ യു കം, വെൻ വിൽ യു കം, നീ എപ്പോൾ വരും. ഓക്കെ, ഇത് ആരുടേതാണ്? ഇപ്പോ നമ്മളൊരു ഗ്ലാസ് എടുത്തിട്ട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഇത് ആരുടേതാണ്? എന്തെങ്കിലും ഒരു ഫംഗ്ഷന്റെ സ്ഥലത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇപ്പൊ സ്കൂളിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും ഇത് ആരുടേതാണ്, ഇങ്ങനെ ചോദിക്കാറുണ്ടല്ലോ. നിനക്കിത് ഇഷ്ടമാണോ? നിനക്കിത് ഇഷ്ടമാണോ എങ്ങനെ ചോദിക്കുക? ഡു യു ലൈക്ക് ദിസ്? ഡു യു ലൈക്ക് ദിസ്? അവൾ എവിടെയാണ്? അവൾ എവിടെയാണ്? വേർ ഈസ് ഷീ? വേർ ഈസ് ഷീ? അവൾ എവിടെയാണ്? നിനക്ക് സമയമുണ്ടോ? അല്ലെ, നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ള സെന്റൻസ് ആണ് നിനക്ക് സമയമുണ്ടോ. ഡു യു ഹാവ് ടൈം? ഇത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. നിനക്ക് പോകാൻ സമയമുണ്ടോ? നിനക്ക് വരാൻ സമയമുണ്ടോ? നിനക്ക് കഴിക്കാൻ സമയമുണ്ടോ എന്നൊക്കെ നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും. ഡു യു ഹാവ് ടൈം എന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാല് നിനക്ക് സമയമുണ്ടോ. ഒരു വസ്തു കണ്ടിട്ട് നമുക്ക് ഇതിന്റെ വില ചോദിക്കണം. ഇതിന് എത്രയാണ്? ഇതിന് എത്രയാണ്? ഹൗ മച്ച് ഈസ് ദിസ്? ഹൗ മച്ച് ഈസ് ദിസ്? ഇതിന് എത്രയാണ്? ഓക്കെ, ഇതൊക്കെ എപ്പോഴും യൂസ് ചെയ്യാറുള്ള സെന്റൻസ് ആണല്ലോ. ഹൂ ഈസ് ദിസ്? ഹൂ ഈസ് ദിസ്? ആരുടേതാണ്? ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇപ്പം ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന രീതി, അതിൽ നിന്ന് ആൻസർ ക്രിയേറ്റ് ചെയ്യുന്ന രീതി വളരെ സിമ്പിൾ ആണ്. നമ്മളെല്ലാ ഓക്സിലറീസും മാത്രമല്ല നമ്മൾ WH ക്വസ്റ്റ്യൻസും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാത്രമല്ല ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് വരുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഓൾ എന്നുള്ള ഓപ്ഷനും ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.